ഈ ഒരു ക്വസ്റ്റ്യൻ 2025 സ്റ്റെനോഗ്രാഫറിലെ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി സ്റ്റെനോഗ്രാഫറിനകത്ത് മാത്സ് ഇല്ല നിലവില്, പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ട് വന്നു എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ഇത് റീസണിങ്ങിന്റെ കൂടെ ഉൾപ്പെടുത്തിയാണെങ്കിലും ഇത് റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റൂല ഏതായാലും. അതുപോലെ തന്നെ ഇതില് അവർ തന്നിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, 127, 15, 31 സംതിങ് ഒക്കെയാണ്, 63 ആയിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്ന. അത് വരത്തില്ല. ഞാൻ ചെയ്ത് വരെ കാണിച്ചു തരാം, അത് വരത്തില്ല. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം വായിച്ചു തരാം. സന്ദീപ് ആണെങ്കിൽ സമ്മണി ആർക്ക് ആ, സന്ദീപിന് അവന്റെ ഫാദർ കുറച്ച് മണി കൊടുത്തു. എന്നിട്ട് അവനാണെങ്കിൽ ഇതെല്ലാം തന്നെ 6 ഷോപ്പുകളിലായിട്ട് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, he spent 1 rupee more than half of what he had when he entered. അതായത് അവൻ ഒരു ഷോപ്പിലോട്ട് കടക്കുന്നതിന് മുമ്പ് അവന്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നോ അതിന്റെ ഹാഫ് പ്ലസ് വൺ ആണ് ആർക്ക് എവിടെ സ്പെൻഡ് ചെയ്ത, ആ കടയിൽ സ്പെൻഡ് ചെയ്തത്. അങ്ങനെയാണ് എങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് എത്ര പൈസ കിട്ടി എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ അറിയാം എന്താണ് ഇത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഈവൻ നമ്പരേ വരുള്ളൂ. കാരണം ഫസ്റ്റ് കടയിൽ തന്നെ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് അവന് എന്ത് വേണം, സീറോ മീൻസ് ആ പൈസയുടെ പകുതി വരണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈവൻ നമ്പർ വരാനായിരുന്നു പോസിബിലിറ്റി. ഈവൻ നമ്പർ അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റും, പക്ഷേ സ്റ്റിൽ കാൽക്കുലേഷൻ വരുമായിരുന്നു. എന്നാലും ഇവർ കൊടുത്ത 127, 63, 60 എത്രയാ പറയുന്നത്, 15 ഇതൊന്നും ഇതിൻ്റെ ഓപ്ഷൻ അല്ല. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ 6 കടയുണ്ടെന്ന് വിചാരിക്കുക. എ, ബി, സി, ഡി, ഇ, എഫ്, അങ്ങനെ 6 കടയുണ്ട്. ഓക്കെ, 6 കടയുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത് അവൻ ഈ കടയിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപയാണോ ഉള്ളത് അതിൻ്റെ പകുതി പ്ലസ് വൺ ആയിരിക്കും അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ കട ഞാൻ ഇതെടുത്തെന്ന് വിചാരിച്ചോ, എഫ് എടുത്തെന്ന് വിചാരിച്ചോ. ഇവിടെ ഞാൻ കയറിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ എക്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചെലവഴിക്കാൻ പോകുന്നത് എന്തായിരിക്കും, x/2 പ്ലസ് വൺ ആയിരിക്കും. കറക്റ്റ് അല്ലേ? അതുപോലെ ഞാൻ ഇവിടെ കയറാൻ നേരത്ത് വൈ ഉണ്ടെങ്കിൽ ഇവിടെ ചെലവഴിക്കാൻ പോകുന്നത് എന്തായിരിക്കും, y/2 പ്ലസ് വൺ ആയിരിക്കും. ഇവിടെ ഇസഡ് ഉണ്ടെങ്കിൽ ഇവിടെ z/2 പ്ലസ് വൺ ആയിരിക്കും. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഞാൻ മുകളിലോട്ട് അങ്ങോട്ട് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, ഈ എല്ലാ പൈസയും ഈ സ്പെൻഡ് ഓൾ ഓഫ് ഇറ്റ് മൊത്തം രൂപയും എന്ത് ചെയ്തു, അവിടെ ചെലവഴിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ കട, അതായത് ഈ കട നിങ്ങൾ നോക്കുക. ഈ കടയിൽ നോക്കുമ്പോഴത്തേക്ക് മൊത്തം പൈസ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എത്ര രൂപയാണോ കൊണ്ട് കയറിയത് അത് തന്നെയായിരിക്കും ഇവിടെയും ചെലവഴിച്ചിട്ടുണ്ടാകുന്നത്. ശരിയല്ലേ? എന്നാലല്ലേ മുഴുവൻ പൈസയും ചെലവാക്കുള്ളൂ. അപ്പൊ ഇനി ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞുകൂടെ, എക്സ് ഈക്വൽ ടു x/2 പ്ലസ് വൺ എന്ന് പറഞ്ഞുകൂടെ? ശരിയല്ലേ? x/2 പ്ലസ് വണ്ണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ x/2ന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞു വരും. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞു വരും. ശരിയാണല്ലോ? എക്സിന്റെ വാല്യൂ 2 എന്ന് പറഞ്ഞു കിട്ടും. എക്സിന്റെ വാല്യൂ 2 എന്ന് പറഞ്ഞു കിട്ടും. എക്സിന്റെ വാല്യൂ 2. ഈ 2 ആക്ച്വലി എന്താണ്, ഇവിടെ നിന്ന് ഈ അഞ്ചാമത്തെ കടയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുകയല്ലേ? രണ്ടാമത്തെ കടയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുകയല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, y മൈനസ് y/2 പ്ലസ് വൺ അല്ലേ ഈ പറയുന്ന 2 അല്ലേ? y മൈനസ് y/2 പ്ലസ് 2 അല്ലേ? അപ്പോ y/2 മൈനസ് വൺ അല്ലേ 2? അപ്പോൾ വൈൻ്റെ വാല്യൂ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര പറഞ്ഞു കിട്ടും, 6 എന്ന് പറഞ്ഞു കിട്ടും. ശരിയാണല്ലോ? 6. ഇനി ഈ 6 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഡിയിൽ പൈസ ചെലവാക്കിയിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ള തുകയാണ്. അല്ലെങ്കിൽ
ഇസഡ് മൈനസ് Z/2 പിന്നെ ഒരു -1. ഇത് ആക്ച്വലി +1 ഇട്ടിട്ട് ബ്രാക്കറ്റ് ആയിരുന്നു. അതിനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ദെൻ അപ്പോൾ എത്ര വരും? അപ്പോൾ നിങ്ങൾക്ക് എത്ര എന്ന് പറഞ്ഞു കിട്ടും? Z/2ൻ്റെ വാല്യൂ, ഓക്കെ, Z/2ൻ്റെ വാല്യൂ 6+1 എന്ന് പറഞ്ഞു കിട്ടും. ഇസഡിൻ്റെ വാല്യൂ 14. ഓക്കെ, ഇനി എല്ലാ ടൈമും ഇങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കിടക്കുന്ന 2 × 2 ആണ് 6. ആ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ കിടക്കുന്ന ഇതേ ഇൻറ്റു +2 ആണ് 14. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 14 × 2 28, 2 30. ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 30 × 2 60, 2 62. ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 62 × 2 + 2 എത്രയായിരിക്കും? 126. 126 ആണ് വരുന്നത്. ആക്ച്വലി 126 വേണം ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ കടയിൽ കയറാൻ നേരത്ത് എൻ്റെ കയ്യിൽ 126 രൂപയായിരുന്നു വേണ്ടിയിരുന്നത്. ഓപ്ഷനിൽ അവിടെ 127 പറഞ്ഞത്. അത് ആക്ച്വലി മിസ്റ്റേക്കാണ്. ഓക്കെ, മിസ്റ്റേക്കാണ്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഓപ്ഷനിൽ നിന്ന് ഇനിയിപ്പോൾ 126 വെച്ച് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം സംശയമുള്ളവർക്ക്. ഓക്കെ ഓക്കെ 126 ഞാൻ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ A, B, C, D, E, F. ഞാൻ 126 കൊണ്ട് കടയിലോട്ട് വരിക. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ പകുതി +1. ഇതിൻ്റെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 126ൻ്റെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 63 +1 64 ഇവിടെ ചിലവഴിക്കണം. ശരിയല്ലേ? 64 ഇവിടെ ചിലവഴിക്കണം. ബാക്കി പോയിട്ട് 126ൽ നിന്ന് 64 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 62 ശരിയല്ലേ? ശരിയല്ലേ? ഈ 62 കൊണ്ടായിരിക്കും ഞാൻ അടുത്ത കടയിൽ കയറുന്നത്. അവിടെ എത്രയും? ഇതിൻ്റെ പകുതി +1, അതായത് 31 +1 32 ചിലവഴിക്കും. ബാക്കി 62ൽ 32 പോയി കഴിഞ്ഞാൽ എത്രയുണ്ട്? 30 ഈ 30 കൊണ്ട് ഞാൻ ഈ കടയിൽ കയറി. 15 + 1 ഞാൻ ചിലവാക്കി. 16 രൂപ ചിലവാക്കി. ബാക്കി പോയിട്ട് എത്രയുണ്ട്? 14 ഈ 14 കൊണ്ട് ഞാൻ ഈ ഡിയിൽ കയറി. അവിടെ എത്ര? 7 + 1 8 ചിലവാക്കി. ബാക്കി എത്രയുള്ള? 6 രൂപയുള്ള. ഈ 6 കൊണ്ട് ഞാൻ ഇവിടെ കയറി. 6 കൊണ്ട് ഞാൻ ഇവിടെ കയറിയപ്പോൾ എത്ര ചിലവാക്കി? 3 + 1 4 ചിലവാക്കി. ശരിയല്ലേ? ബാക്കി എൻ്റെ 2 രൂപയുണ്ട്. ഈ 2 രൂപ കൊണ്ട് ഞാൻ കയറി കഴിഞ്ഞാൽ എത്ര ചിലവാക്കും? 2 പകുതി 1 + 1 2 രൂപ ചിലവാക്കി. ബാക്കി ഇപ്പം എൻ്റെ കടയിൽ നിന്ന് മൊത്തത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ എത്രയുള്ള? 0 ഉള്ള. സോ ആൻസർ എത്രയായിരിക്കും? 126 വരുന്നത്.